കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ നാളെ കാണുന്ന ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി സരുവിന്. കാരണം ഇന്നാണ് അവളുടെ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്, ആ കല്യാണിയുടെ. അതിനകത്തെങ്ങനെ അവള് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ തലയെ മുണ്ടിട്ടോണ്ട് നടക്കേണ്ടി വരും. കാരണം അതുപോലെയുള്ള വാക്കുകളാ കിരണിനെ വെല്ലുവിളിച്ച് താൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് ഉള്ള സമാധാനം കൂടെ സരുവിന്റെ പോവാണ്. അങ്ങനെ സരു ക്ഷേത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണെന്ന് ചോദിക്കും. എന്റെ അമ്മേ, എന്റെ മനസ്സൊന്നറിയാം അവളാന്ന് പറയണ. ആര്? ആ കല്യാണിയെ. അവളെങ്ങാനും ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്ക്, എന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ശാരി പെട്ടെന്ന് പറഞ്ഞു, എന്റെ മോളെ നീ ഈ സമയത്ത് അവളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോണ്ട. നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടോന്നുള്ള ഓർമ്മ വേണം. അറിയാലോ, വേണ്ടാത്ത ടെൻഷൻ ഒന്നും എടുത്ത് തലയെ വെച്ച് കയറ്റണ്ടെന്ന് പറയാം. എന്നാലും അമ്മേ, ദേ ഇത്രയും കാലമായിട്ട് എനിക്കിതൊന്നും സാധിക്കുന്നില്ലോ എന്ന് പറയാം. എന്റെ മോളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവള്. ദേ അവളുടെ സ്വഭാവം അറിയാലോ. അത് മാത്രമല്ല, അവൾക്ക് ഇച്ചിരി ഭാഗ്യം കൂടുതലുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് അവൾക്ക് മിക്കവാറും പ്രൈസ് കിട്ടും. അതോർത്തിന് മോള് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ കോമ്പറ്റീഷനൊക്കെ നടക്കട്ടെ. പിന്നെ മോള് വെല്ലുവിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ആ കിരണിനെ. ഇത് കേട്ട് സരി പറഞ്ഞു, അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ? പിന്നെ അവൻ മുന്നിൽ വന്ന് നിൽക്കും, പിന്നെ ഞാൻ തൊഴുകൈകളോടെ അവന്റെ മുന്നിൽ നിൽക്കണോന്ന് ചോദിക്കുക. അതല്ല മോളെ, എന്നാലും അവൾ എങ്ങാനും വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ കിരണിന്റെ മുഖത്ത് നോക്കും? എല്ലാലും എനിക്ക് അവന്റെ മുഖത്ത് നോക്കണമെന്ന് ഒരു താല്പര്യമില്ല. പിന്നെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അധികം ഒന്നും അവള് ഉയരത്തിലേക്ക് എത്തില്ല. കണ്ടോ, അവൾക്കിട്ട് ഒരു പണി കൊടുക്കും. അച്ഛൻ എന്താണെങ്കിലും അവൾക്കൊട്ടല്ല പണി ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ട് ശാരി പെട്ടെന്ന് ചോദിച്ചു, എന്താ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവളെ തകർക്കുന്ന കാര്യം ഉടനെ മിക്കറാൻ നടക്കൂന്ന് പറയാം. നിന്റെ അച്ഛനല്ലേ, നീ നോക്കിയിരുന്നാ മതി. അങ്ങോട്ട് എത്രയോ വട്ടം ശ്രമിച്ചിട്ടുണ്ട്, അത് വല്ലതും നടന്നോ? ഇനിയിപ്പൊ അടങ്ങി ഒതുങ്ങി വല്ലയിടത്തിരിക്കാൻ നിന്റെ അച്ഛനോട് പറ. അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് തലയ്ക്ക് നല്ല ഓളവാ. അതിന്റെ കൂടെ ഇനിയിപ്പൊ വേറൊന്നും കൂടെ എടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് കാർത്തിക് വീട്ടിലേക്ക് വരുവാണ്. കാർത്തിക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രസേനും വിക്രമും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാർത്തിക് വന്നിട്ട് പറഞ്ഞു, അതെ നാളെ മുതല് ഇനിയിപ്പോ കമ്പനിയുടെ MD കസാലിൽ ഇനിയിപ്പോ വിക്രമായിരിക്കണേ. ആ ഒരു ഓർമ്മ വേണം. അറിയാലോ, കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മോളെ? ഇത് എന്റെ മോനുണ്ടല്ലോ, എന്റെ മോൻ ആ കസാലിലൊന്ന് കയറി ഇരുന്നാ മതി, പിന്നെ കമ്പനി അങ്ങോട്ട് കുതിച്ചുയരുമെന്ന് പറയാം. കാർത്തിക് പറഞ്ഞ, നാവ് കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാലോ, കമ്പനിക്ക് വേണ്ടി പരസ്യങ്ങളൊക്കെ നടത്തണം. അതിന് കുറെ പണച്ചെലവുണ്ട്. അതൊക്കെ മോള് നടത്തിക്കോ. ഇനിയിപ്പം ലാഭം കിട്ടുമ്പോ വർഷാവസാനം ലാഭം വീതം വെച്ചുക്കുമല്ലോ. ആ സമയത്ത് എത്ര രൂപയാന്ന് വെച്ചാ മോളതും കൂടെ എടുത്തോളാൻ പറയാണ്. ഇത് കേട്ടൻ കാർത്തിക് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എന്തായാലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നാളെ മുതൽ ഞാനും ഇവനോടൊപ്പം പോകുന്നുണ്ട്. കാരണം എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിക്കണമല്ലോ. അപ്പുറത്തെ അവളുടെ കമ്പനി ഉണ്ടല്ലോ, കല്യാണിയുടെ, അവളുടെ കമ്പനി നമുക്ക് പൂട്ടിക്കണം മോളെ. അധികം വൈകാതെ അത് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ കമ്പനി ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ പ്രവർത്തനമൊക്കെ അങ്ങോട്ട് നിലച്ചോളും. പിന്നീട് നമുക്ക് അതും കൂടെ അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങണമെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക് മനസ്സിൽ പറഞ്ഞു, ഇപ്പൊ ആരുടെ കമ്പനിയെ വിലയ്ക്ക് വാങ്ങുമെന്ന് ഞാൻ കാണിച്ചു തരാം. അധികം വൈകാതെ നീയൊക്കെ ആ സത്യം അറിയൂടാ. RS കൺസ്ട്രക്ഷനും ഇതേ ഇപ്പോഴുണ്ടാക്കിയേക്കുന്ന ഈ കമ്പനിയും കൂടെ കൂടി രണ്ടും കൂടെ ഒന്ന് യോജിക്കും. അപ്പൊ കണ്ടോ, നിനക്കൊട്ടുള്ള പണി അപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. അതുവരെ നീയൊക്കെ മരിച്ചു പണി എഴുതുന്ന എനിക്കറിയാന്ന് പറയാണ്. വിക്രം പറഞ്ഞതേ, കാർത്തിക് ഇതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. കമ്പനിയുടെ കാര്യമൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാന്ന് പറയാം. അത് മതി, അതെനിക്ക് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം പ്രകാശിനോട് പറഞ്ഞു, അവളുണ്ടല്ലോ ആ കല്യാണി, അവൾക്കൊട്ട് കൊടുക്കാൻ പറ്റി ഏറ്റവും നല്ല തിരിച്ചടി അച്ഛാന്ന് പറയണം. അത് ശരിയാ, അച്ഛനും അമ്മൂമ്മയും കൂടെ അവളെ കൂടെ പുന്നരിച്ച് വളർത്തിയില്ലേ, എന്നിട്ട് അവസാനം കിട്ടിയതെന്താ? അവള് നമ്മളെ ചവിട്ടി അടിച്ച് തേച്ചിട്ട് അങ്ങോട്ട് പോയില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, ആര് കൊഞ്ചിച്ചെന്നാ പറഞ്ഞ? ഞാനാ? എടാ, അവള് വെറും തൊഴുത്തും കൂട്ടി കിടന്നല്ലേ വളർന്നത്. ഞാൻ കൊഞ്ചിച്ച മൊത്തം നിന്നെയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ടാണ് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ ഞാനും കൊഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവളെയൊക്കെ ആരും കൊഞ്ചിക്കോടാ. ഇത്രയും കാലം അവൾക്കായിരുന്നു രാജയോഗം, പക്ഷെ ഇനി വരാൻ പോകുന്ന നിനക്കാ. അതിന്റെ മുന്നോടിയായിട്ടല്ലേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ചോദിക്കുക. വിക്രമോട് ശരിയാ, കണ്ടോ അച്ഛാ, ഒരു ദിവസം അവളെക്കാളും വലിയ നിലയിൽ ഞാൻ എത്തും. ആ കമ്പനിയുടെ MD എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. കണ്ടു, അവൾ എന്റെ കാൽച്ചൂട്ടിലേക്ക് വരും. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് അവളോട് മാത്രമല്ല, വേറെ പലരോടും എനിക്ക് കണക്കുകൾ ചോദിക്കാണ്ട്. ആ സോണിയുണ്ടല്ലോ, സോണിയുണ്ട്,
പിന്നെ ഒരു സാധ്യയുണ്ട്, അവൾക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, ആദ്യം നീ ഒന്ന് പിടിച്ചു നിൽക്കുക, എന്നിട്ടല്ല ബാക്കി കാര്യം പ്രതികാരത്തിന് ഇറങ്ങിയാൽ മതി. ഇതേ പ്രതികാരത്തിനൊക്കെ ഇറങ്ങി കാർത്തിയമോള് സംശയവും തോന്നണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഇപ്പൊ നീ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. പിന്നെ ഇച്ചിരി പൈസയും കാര്യങ്ങളും ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനാണ് രൂപൻ, ചന്ദ്രസേനും കിരണും ഒക്കെ. കാരണം മറ്റൊന്നുമല്ല, കല്യാണിയുടെ കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. അപ്പൊ കോമ്പറ്റീഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കല്യാണി വീട്ടിലേക്ക് വിളിച്ചു. കിരണിനോടൊക്കെ സംസാരിച്ചു. കിരണേട്ട പ്രാർത്ഥിക്കണമെന്ന് പറയാം. കിരൺ പറഞ്ഞു, ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്ക് മനസ്സിൽ തോന്നുന്ന എന്താന്ന് വെച്ചാ നീ അങ്ങ് ചെയ്തു. ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളേ, ഇതും അങ്ങനെ ചെയ്താൽ മതി. നിനക്ക് ഉറപ്പായിട്ട് പ്രൈസ് കിട്ടുമെന്നേ, ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നീ ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, ഓക്കെ, അതെ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കണമെന്ന് പറയാം. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരും പറഞ്ഞോളാം. ഇതേ അല്ലെങ്കിൽ തന്നെ നിന്റെ വരവിനായിട്ട് എല്ലാരും കാത്തിരിക്കുക, വന്നിട്ട് വേണം. നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടി ഒന്നുകൂടെ ഓണം അടിച്ചു പൊളിച്ചും കൂടെ ആഘോഷിക്കണമെന്ന് പറയാം. എന്നാ ശരി വെക്കാന്ന് പറഞ്ഞ് വെക്കുവാണ്. ഈ സമയത്ത് സോണി പറഞ്ഞു, അതെ കിരണേട്ടൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, ഉറപ്പായിട്ടും കല്യാണി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസുമായിട്ടായിരിക്കും വരത്തുള്ളൂ എന്ന് പറയാം. എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയം രൂപ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവന്റെ മുഖം കണ്ടാൽ അറിയാമല്ലേ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ കാര്യത്തില് ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്ന് പറയാണ്. ഈ സമയം ശാരി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക, എങ്ങനെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇപ്പോഴാണെങ്കിലോ ആ ചന്ദ്രസേനും കിരണും നല്ല സംശയമുണ്ട്. എപ്പോഴാ അവരും കൂടെ ഇരച്ചു കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കില് പോലീസിൽ അറിയിച്ച് എന്തേലും ഒരു തെളിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഒന്നാമത്തെ തെളിവാണല്ലോ അവിടെ കിട്ടിയിരിക്കുന്നത്, സാരി കൊടുത്തിരിക്കുന്ന സാരി. അതൊക്കെ പോലീസുകാരൊന്ന് ചോദ്യം ചെയ്യാൻ താൻ എന്ത് മറുപടി പറയും? അതൊക്കെ ഓർത്ത് സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് രാഹുൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നേ. രാഹുൽ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ശരി ഇങ്ങനെ ഇരിക്കണേ? പിന്നെന്താ ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുക. ഓ, നിങ്ങൾക്ക് ഞാനിവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ എന്ന് ചോദിക്കുക. എന്റെ പൊന്നോ, അതും കൊണ്ട് ചോദിച്ചല്ല, നിന്റെ മുഖം വല്ലാതിരിക്കുന്നോണ്ട് ചോദിച്ചാ. അതെ, എന്റെ മുഖം വല്ലാതാകാൻ തൊട്ട് കുറെ നാളായിന്ന് പറയാം. അത് നിങ്ങൾക്ക് കാണാനുള്ള കണ്ണില്ലാത്ത എന്റെ കുഴപ്പമില്ലെന്ന് പറയാം. അതിന് കാരണം കാണൂലോ, അതെന്താന്ന് ശരി ഞാൻ ചോദിച്ചേ. അതിപ്പോ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളോട് പറയും, അതെനിക്കിപ്പോ പറയാൻ പറ്റില്ലെന്ന് പറയാം. ഓ, എന്നാ വേണ്ട പറയണ്ട, ഇനിയിപ്പൊ നീ നിന്റെ മരുമോനെ കുറിച്ചൊക്കെ ആയിരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നല്ലേ. ഇത് കേട്ട് ശാരിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നിനക്ക് എന്ത് പറഞ്ഞാലും ഇത് മാത്രമേ പറയാനുള്ളോ മരുമോനെ കുറിച്ച്? അതെ, അവൻ എന്റെ മരുമോൻ തന്നെയാ, മരുമോനല്ല ശരിക്കും പറഞ്ഞ മോൻ തന്നെയാ. അവനുള്ളത് കൊണ്ട് ഇന്നിപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാല് എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ അവൻ മാത്രമാ. ഭർത്താവായ നിങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്റെ മരുമോനുണ്ടല്ലോ, അവനുള്ളത് കൊണ്ടാന്ന് പറയണം. പിന്നെ അധികം അങ്ങോട്ട് പൊക്കണ്ട, മരുമോന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടുകഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയാം. ഇത് കേട്ട ശാരി പറഞ്ഞു, നിങ്ങളുടെ ഈ സ്വഭാവം കാരണം സ്വന്തം മോൾക്ക് പോലും നിങ്ങളെ ഇഷ്ടമില്ലാത്ത നിങ്ങൾ എന്തൊരു ദുഷ്ടനാ. കാരണം ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കുന്ന മരുമോന് നിങ്ങൾ എന്ത് ചീത്ത പറഞ്ഞിട്ടും അവൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നുണ്ടോ? നിങ്ങളെ അസുഖം പെട്ടെന്ന് കുറയണമെന്നും വേണ്ട അവൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന എന്താ? നാണം ഉണ്ടോ മനുഷ്യ? നീക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നാണമില്ലാത്തവനോട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലോ. ഇനിയിപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എണീറ്റ് പൊക്കോ, എന്റെ കൺമുന്നിൽ പോലും കാണില്ലെന്ന് പറഞ്ഞിട്ട് ശാരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. രാഹുലും മനസ്സിൽ പറഞ്ഞു, ഇവൾക്ക് എന്നെക്കാളും വലിയ ഭ്രാന്താന്ന് തോന്നേ. ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും, അന്ന് കണ്ടോ, അന്നാ നീയൊക്കെ സത്യം അറിയാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് രാഹുലും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം കല്യാണിയുടെ കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. അങ്ങനെ കോമ്പറ്റീഷൻ അങ്ങ് തുടങ്ങി. അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം എന്താണോ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താണോ അത് നിങ്ങൾ പെയിന്റ് ചെയ്യുക. അങ്ങനെയാണ് പറഞ്ഞത്, ചിത്രം വരയ്ക്കാനായിട്ട് പറയാ. അങ്ങനെ കല്യാണിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കല്യാണി ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കല്യാണി ഒരു ക്യാൻവാസിലേക്ക് അങ്ങോട്ട് വരയ്ക്കുവാണ്. വേറൊന്നുമല്ല, ആ തൊഴുത്തും കൂടും കന്നുകാലികളും പിന്നെ അതിന്റെ നടുക്കൊരു പെൺകുട്ടി, അതൊക്കെയാണ് കല്യാണിന്റെ ഭാവനയിലേക്ക് വന്നത്. തന്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ആ ക്യാൻവാസിൽ കല്യാണി അങ്ങോട്ട് പകർത്തുവാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് അതങ്ങോട്ട് പെയിന്റ് ചെയ്യുവാണ്. അങ്ങനെ അത് പെയിന്റ് ചെയ്ത് കല്യാണി ഇങ്ങനെ ഒന്ന് നോക്കി. തന്റെ കുട്ടിക്കാലം പെട്ടെന്ന് കല്യാണിക്ക് ഓർമ്മ വന്നു. താന് കുട്ടിക്കാലത്ത് അനുഭവിച്ച ഓരോ വേദനകളും മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും കല്യാണിക്ക് തന്നെ പ്രൈസ് കിട്ടുകയും ചെയ്യും, കല്യാണി പ്രൈസ് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ട് സഹിക്കഭയ സമനില തെറ്റുന്ന പോലെ അവസ്ഥയിലേക്ക് മാറും സരിയു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.